ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് ഒരു ഉദ്ഘാടനമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ സാറിൻ്റെ ഉദ്ഘാടനമാണ്. തിരുവനന്തപുരത്ത് ആനയറ സിറ്റിൻ്റെ സ്ഥലത്ത് വെച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് മൂന്നാർ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഡബിൾ ഡെക്കർ വാഹനമാണ്. അത് ഫുള്ള് ഗ്ലാസ്സാണ്. നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ലുക്കിനാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഉദ്ഘാടനമൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്ന് ഒരു റോഡ് ഷോ കണക്ക് അവിടെ എല്ലാം തിരുവനന്തപുരത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും എല്ലാം ഈ വാഹനം ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടായിട്ട് റോഡിലൂടെയൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോയി. അത് കാണാൻ തന്നെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ ലൈറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിക്കകത്ത് കാണാൻ നല്ല ഷോ ഉള്ളൊരു വാഹനമാണ്. ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അതിനകത്ത് യാത്ര ചെയ്യാനും വളരെ നല്ലതാണെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. പക്ഷേ എന്നാൽ ഈ വാഹനം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൻ്റെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചും അതിന് ഫിറ്റ്നസിൻ്റെ കാര്യവും ഇൻഷുറൻസിൻ്റെ കാര്യത്തെക്കുറിച്ചെല്ലാം ഒരുപാട് പേര് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിൽ ഇത്രയും ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പായിട്ട് ഇവിടെ കൊല്ലം സ്വദേശിയുടെ ഒരു വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പിഴ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിഭീകരമായ ആ പിഴയാണ് ഈടാക്കിയത്. ലൈറ്റിൻ്റെ എണ്ണം കണക്ക് കൂട്ടിയിട്ട് ഏകദേശം 50,000-ഓളം രൂപ വാഹനത്തിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിറയെ യാത്രക്കാരുമായിട്ട് പോയ വാഹനമായിരുന്നു. യാത്രക്കാരുണ്ടായത് കൊണ്ട് ചെക്ക് റിപ്പോർട്ട് എഴുതി കൊടുത്തതിന് ശേഷം വാഹനം വിടുകയുണ്ടായി. പക്ഷേ അന്നേരം ഈ വാഹനത്തിന് നമ്മൾ എത്ര രൂപ, ലൈറ്റ് എണ്ണം തിരിച്ചാണെങ്കിൽ നമ്മൾ ഇതിന് എത്ര രൂപ പിഴ ഈടാക്കാൻ പറ്റും? ഇനി 1 വർഷവും 2 മാസവും മാത്രമേ ഉള്ളൂ. 13 വർഷവും 10 മാസവും പ്രായമായ ഒരു ബസ്സിനെയാണ് ഇന്ന് 35 ലക്ഷം രൂപ കൊടുത്ത് മന്ത്രി ഓൾട്ടർ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. ഈ പൈസ ഒരു 50-60 ലക്ഷം രൂപ കൊടുത്താൽ പുതിയ ബസ് വാങ്ങി ഇതെല്ലാം ചെയ്യാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് മന്ത്രി കാലാവധി കഴിയാറായ ഒരു ബസ്സിനെ ഓൾട്ടർ ചെയ്തത്? അങ്ങനെ ഒരു ബസ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി 35 ലക്ഷം രൂപ ചെലവഴിക്കാൻ മന്ത്രിക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഇപ്പോൾ കേട്ടത് ഓരോരുത്തരുടെ വിമർശനങ്ങളാണ്. 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ആ വാഹനം ഇറക്കിയെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഇത് കണക്ക് ആഡംബര ടാക്സ് എന്ന് പറയുന്നില്ല, റോഡ് ടാക്സ് 36,750 രൂപയാണ് 3 മാസത്തേക്ക് സംസ്ഥാന സർക്കാരിനേക്ക് നമ്മുടെ റോഡ് ടാക്സ് ഇനത്തിൽ നൽകുന്നത്. അത് പുഷ് ബാക്ക് സീറ്റാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരും. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും ലക്ഷങ്ങൾ രൂപ മുടക്കി ഈ KSRTC ഇത്രയും നവീകരിച്ച് ഇത്രയും ലൈറ്റുകളും കാര്യങ്ങളുമൊക്കെ വെച്ച് ഓടിക്കുന്നതിനായിട്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കൊന്നും യാതൊരുവിധ പരാതിയില്ല. പക്ഷേ ഇതുപോലുള്ള ടൂറിസ്റ്റ് ബസ്സിനകത്ത് കുറച്ച് ലൈറ്റുകളും കാര്യങ്ങളും വെച്ചിട്ട് വാഹനം കൊണ്ട് നടക്കുമ്പോഴത്തേന് അതിന് ഇത്രയും ഭീമമായിട്ടുള്ള 1,00,000 രൂപയോളം, ഏകദേശം 1,50,000 രൂപയോളം പിഴ ഈടാക്കുന്നത്, അത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ബഹുമാനപ്പെട്ട മന്ത്രിയും ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പണ്ട് തൊട്ടേ KSRTCയും ടൂറിസ്റ്റ് ബസ്സും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും തന്നെ ഈ പറയുന്ന കണക്കുള്ള ഏതെങ്കിലും KSRTCക്ക് ഒരു ചെക്ക് റിപ്പോർട്ട് അടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഫൈൻ ഈടാക്കാനോ ഇവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ടൂറിസ്റ്റ് ബസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ, അതായത് സന്ധ്യസമയത്ത് കുറച്ച് നേരം ഈ ലൈറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ട്രിപ്പ് പോകുന്ന വാഹനങ്ങളിൽ യാത്രക്കാർ ഭൂരിഭാഗം പേര് ഉറക്കത്തിലായിരിക്കും. ആ സമയങ്ങളിലൊന്നും ഈ ഉപകരണങ്ങളോ ഈ ലൈറ്റുകളോ ഒന്നും പ്രവർത്തിപ്പിക്കാറില്ല. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു സീസൺ ടൈമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ട്രിപ്പുകൾ, കോളേജ് ട്രിപ്പുകൾ എന്നൊക്കെ പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ്. ആ സമയത്ത് തന്നെ ഡിസംബർ 30-ന് തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ടാക്സ് അടയ്ക്കാനുള്ള തുക ഈ വാഹനത്തിൽ നിന്നൊന്നും കൂടി കിട്ടാറില്ല. ഫിനാൻസ് മാസം തോറും നല്ലൊരു എമൗണ്ട് അടച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്തൊന്നും കാണില്ല. KSRTC വിപുലമായ സർവീസുകൾ നടത്തുന്നതിനോട് നല്ല കാര്യം തന്നെ, തീരുമാനങ്ങളെല്ലാം വളരെ നല്ലതാണ്. പക്ഷേ അത് ഈ ടൂറിസ്റ്റ് ബസ് മേഖലയെ തകർത്തുകൊണ്ട് ഇത്രയും ഭീമമായിട്ടുള്ള തുക ഒന്നും പിഴയിനത്തിൽ ഈടാക്കരുതെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.